ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വാർത്ത ദേശീയ തലത്തിൽ വരുന്നു. വിമാനം റദ്ദാക്കിയതിലൊരു പ്രതിഷേധമായിരുന്നു. എയർ ഇന്ത്യ വിമാനമാണ് റദ്ദാക്കിയത്. ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാന സർവീസാണ് റദ്ദാക്കിയത്. എയർ ഇന്ത്യയാണ്. വിമാനത്താവളത്തിൽ ഇപ്പോൾ പ്രതിഷേധം കടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. പകരം വിമാനം ഏർപ്പെടുത്തണമെന്ന യാത്രക്കാർ ആവശ്യമുയർത്തിക്കൊണ്ടാണ് ആ പ്രതിഷേധം ഉയരുന്നത്. ഡൽഹി വിമാനത്താവളത്തിലാണ് ഈ പ്രതിഷേധം എന്നുള്ളത്. ഡൽഹിയിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട നിരവധി യാത്രക്കാർ അവിടെ പ്രതിഷേധത്തിലാണ്. എന്തുകൊണ്ടാണ് ഈ എയർ ഇന്ത്യ പെട്ടെന്ന് ഈ വിമാനം റദ്ദാക്കിയതെന്നുള്ളത് അറിയില്ല. സാങ്കേതിക തടസ്സങ്ങളാണോ? എന്നാൽ ആ കാരണങ്ങളൊന്നും ഈ പ്രതിഷേധക്കാരെ, ഈ യാത്രക്കാരായ പ്രതിഷേധക്കാരെ അല്ലെങ്കിൽ പ്രതിഷേധക്കാരായ യാത്രക്കാരെ അറിയിച്ചില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ അവർ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുന്നു. ഒപ്പം തന്നെ പകരം വിമാനം ഏർപ്പെടുത്തണമെന്നും പറയുന്നു. എന്തുകൊണ്ട് എയർ ഇന്ത്യ പകരം വിമാനം ഏർപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യമുണ്ട്. സാധാരണ നിലയിൽ ഒരു വിമാനം ക്യാൻസലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിനുവേണ്ട നടപടികളൊക്കെ സ്വീകരിച്ച് ഇതിൻ്റെ റീഫണ്ട് അടക്കം നടത്തി പിന്നീട് ഒരു സർവീസ് ശരിയാക്കി കൊടുക്കുന്ന പതിവാണ് സ്വതവേ ഉള്ളത്. ഒപ്പം അതല്ലെങ്കിൽ റീഫണ്ട് ലഭിച്ച ശേഷം റീഫണ്ട് നൽകി പിന്നീട് ഒരു ദിവസത്തേക്ക് പോകേണ്ട സാഹചര്യം അനുസരിച്ച് യാത്രക്കാരുടെ സൗകര്യം അനുസരിച്ച് മറ്റൊരു ദിവസത്തേക്കുള്ളൊരു ടിക്കറ്റ് എടുത്തു കൊടുക്കുന്നതൊക്കെയാണ് പൊതുവേ ഈ എയർപോർട്ടുകളിൽ വിമാനത്താവളങ്ങളിൽ സ്വീകരിച്ചു വരുന്ന ഒരു ചിട്ടവട്ടം. ഇപ്പോൾ നിലവിൽ പകരം വിമാനം ഏർപ്പാടാക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യമുയർത്തി പ്രതിഷേധിക്കുന്നത്. ഡൽഹി വിമാനത്താവളത്തിലാണ് പ്രതിഷേധമുള്ളത്. ഡൽഹി കൊച്ചി എയർ ഇന്ത്യ വിമാനം റദ്ദാക്കിയതിനെ തുടർന്നാണ് യാത്രക്കാർ അവിടെ പ്രതിഷേധിക്കുന്നത്. വിമാനം റദ്ദാക്കിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹി വിമാനത്താവളത്തിൽ ആരംഭിച്ചിരിക്കുന്നു.